ലൈംഗികാധിക്ഷേപ പരാതിയിൽ കൊല്ലം ജില്ലാ ജഡ്ജിക്കെതിരെ അന്വേഷണവുമായി ഹൈക്കോടതി. ചവറ കുടുംബ കോടതി ജഡ്ജിക്കെതിരെയാണ് അന്വേഷണം. കക്ഷികളായ വനിതകളോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ജില്ലാ ജുഡീഷ്യറിയുടെ ചുമതലയുള്ള രജിസ്ട്രാർക്കാണ് അന്വേഷണ ചുമതല. ചൊവ്വാഴ്ച റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. ദിലീപ് ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും. ദിലീപ് ദേവസ്യ, വന്ന് ജഡ്ജിയുടെ പെരുമാറ്റമാണ് നമ്മളിപ്പോൾ വാർത്തയായി കണ്ടത്. ഇതെന്താ സംഭവിച്ചത്? എന്താണ് ഈ ജഡ്ജി ഇങ്ങനെ പെരുമാറിയത്? എന്തായാലും മാറ്റി നിർത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എന്താണ് സംഭവിച്ചത് ദിലീപ്? ഡോക്ടർ അരുൺകുമാർ, കൊല്ലം ചവറ കുടുംബ കോടതി ജഡ്ജിക്കെതിരെ ഇപ്പോൾ ലൈംഗിക അതിക്രമ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജഡ്ജി വി ഉദയകുമാറിനെതിരെയാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരാതിയുമായി എത്തിയ മൂന്ന് പേരോട് അപമര്യാദയായി പെരുമാറി എന്നുള്ളത് കാണിച്ചുകൊണ്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചത്. കക്ഷികളായി എത്തിയ വനിതകളോടാണ് അപമര്യാദയായി പെരുമാറിയത്. ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റർ കമ്മിറ്റിയാണ് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തത്. കൊല്ലം ചവറയിലെ കുടുംബ കോടതിയിലെ ജഡ്ജി ആയിരുന്നു ഉദയകുമാർ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വനിതാ പരാതിക്കാർക്ക് മുന്നിലാണ്, ഈ കക്ഷികൾക്ക് മുന്നിലാണ് ഇപ്പോൾ അപമര്യാദയായിട്ട് പെരുമാറുകയും ചെയ്തത്. ചൊവ്വാഴ്ചയാണ് ഈ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയത്. ഈ സമയത്ത് കൊണ്ട് തന്നെ ഈ ഉദയകുമാറിനെ ഇപ്പോൾ വാഹന ട്രിബ്യൂണലിലേക്ക്, നഷ്ടപരിഹാര ട്രിബ്യൂണലിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു ജഡ്ജിക്കെതിരെ ഇപ്പോൾ ഈ കക്ഷികളോട് മോശമായി പെരുമാറിയതിന് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡോക്ടർ അരുൺകുമാർ. താങ്ക് യു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജീവിതത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിലായിരിക്കുമല്ലോ കുടുംബ കോടതിയിൽ ഒരു പെൺകുട്ടി ചെല്ലുക. അവർക്ക് വീട്ടിൽ തന്നെ ഡൊമസ്റ്റിക് വയലൻസ് അഥവാ വീട്ടിൽ തന്നെ ഗാർഹിക പീഡനം അനുഭവിച്ചേണ്ടി വന്നു എന്ന് പരാതിയുമായി ചെല്ലുന്ന യുവതിയെ ജഡ്ജി പീഡിപ്പിക്കുന്ന അവസ്ഥയാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ്. എന്താ പറയുക?